പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ ഈ മതേതര പുരോഗമന ജനാധിപത്യ നവോത്ഥാന ശക്തികളും അവരുടെ വക്താക്കളും പ്രയോക്താക്കളും എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. ജനാധിപത്യം വിജയിച്ചു, പാറ്റ വിപ്ലവം വിജയിച്ചു, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്ന മുതൽക്ക്, CBSEയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായപ്പോൾ മുതൽക്ക് ഈ നാട്ടിലെ വലിയൊരു വിഭാഗം ആളുകൾ, ഞാനടക്കം, ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന അഭിപ്രായക്കാരാണ്. പ്രധാൻ രാജിവെച്ചാൽ പ്രശ്നം തീരും എന്നുള്ളതുകൊണ്ടല്ല, അത് ധാർമ്മികമായിട്ടും രാഷ്ട്രീയമായിട്ടും മറ്റു തരത്തിലും ഒരു അനിവാര്യതയായിരുന്നു. കാരണം ഇത്ര വലിയൊരു പോക്കണം കേടുണ്ടതിന് ശേഷം ഒരു പുമാൻ മന്ത്രിസ്ഥാനത്ത് കടിച്ചു തൂങ്ങിക്കിടക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായക്കാരനായിരുന്നു ഞാൻ. പക്ഷേ ഞാനടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ട് ഇത് ആർക്കും ബോധ്യമായില്ല. രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു, KC വേണുഗോപാൽജി ആവശ്യപ്പെട്ടു, MA ബേബിജി ആവശ്യപ്പെട്ടു, എന്തിന് AA റഹീമർ ആവശ്യപ്പെട്ടു. ആരാവശ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതൊന്നും കേട്ടില്ല, കണ്ടില്ല. ഞാൻ ഈ നാട്ടുകാരനല്ല, എൻ്റെ വീട് മാവിലായിലാണ് എന്ന രീതിയിൽ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ ഒരു മഹാസംഭവം നമ്മുടെ രാജ്യത്ത് ഉത്ഭവിച്ചത്. നമ്മുടെ രാജ്യത്തെന്ന് പറഞ്ഞാൽ ശരിയല്ല, വിദേശത്താണ് ഉത്ഭവിച്ചത്. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ഈ പാറ്റ വിപ്ലവം വ്യാപിച്ചു. അങ്ങനെ പാറ്റകൾ ജന്തർ മന്ദറിൽ സമരം തുടങ്ങി. സോനം വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിച്ചു. എന്നിട്ടും പ്രധാനമന്ത്രി കുലുങ്ങിയില്ല, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ മലയാള മനോരമയും മാതൃഭൂമിയും മറ്റ് പത്രങ്ങളും മുഖപ്രസംഗം എഴുതി. പക്ഷേ അപ്പോഴും മൂപ്പിലെ ഗൗനിച്ചില്ല. അതും കഴിഞ്ഞിട്ട് സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ ജന്തർ മന്ദറിൽ പോയി ഈ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. VD സതീശനടക്കമുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് പോയിട്ട് പ്രധാനമന്ത്രിയുടെ വീട്ടുപടിക്കൽ സത്യാഗ്രഹം ഇരുന്നു. ഈ ക്ഷണിക്കാത്ത കല്യാണത്തിന് പോകുന്ന പോലെയാണ് VD സതീശൻ പ്രധാനമന്ത്രിയുടെ വീട്ടുപടിക്കൽ സത്യാഗ്രഹത്തിന് പോയത് എന്ന് നമ്മുടെ ദോഷൈക തൃക്കുകളായ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ വിരോധികളായി മാറിയിരിക്കുന്ന മീഡിയ വൺ ചാനലുകാർ അടുപ്പൂട്ടി ചർച്ചയിൽ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും യാതൊരു കുലുക്കൊണ്ടായില്ല ആർക്ക്? നരേന്ദ്രമോദിക്ക്. കോക്രോച്ച് ജനതാ പാർട്ടിയല്ല, ഇനി കാണ്ടാമൃഗത്തിൻ്റെ ജനതാ പാർട്ടി ഉണ്ടായാലും ഞങ്ങൾ രാജിവെക്കില്ല, ധർമ്മേന്ദ്ര പ്രധാനെ ബലി കൊടുക്കുകയില്ല എന്ന നിലപാടിൽ. ഇതിൻ്റെ പുറകിൽ അമേരിക്കൻ ചാരസംഘടനയാണ്. അവരാണ് പണം മുടക്കുന്നത്, അവരാണ് ഈ സമരക്കാർക്ക് പിസ്തയും ബർഗറും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നത് എന്നൊക്കെ പരാതി ഉണ്ടായി. അങ്ങനെ ചിലർ ദുരാരോപണം ഉന്നയിച്ചു. അതിന് തെളിവൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ ഉന്നയിക്കുന്നവർക്ക് കുഴപ്പമില്ല, എന്തുവേണമെങ്കിൽ ഉന്നയിക്കാം. അങ്ങനെ അമേരിക്കയുടെ വലിയ അട്ടിമറി ഉണ്ടാകാൻ പോകുന്നു. നേരത്തെ സിലോണിലുണ്ടായ പോലെ, പിന്നീട് ബംഗ്ലാദേശിലും നേപ്പാളിലും ഉണ്ടായ പോലെ ഇനി ഡൽഹിയിൽ ഒരു വലിയ അട്ടിമറി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ ധർമ്മേന്ദ്ര പ്രധാനല്ല, നരേന്ദ്രമോദി രാജിവെച്ച് പോകുന്ന കാഴ്ച നമുക്ക് കാണാം എന്ന് നിഷ്പക്ഷ നിരൂപകർ പോലും ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഇത്രയായിട്ടും പുള്ളി കുലുങ്ങിയില്ല. പക്ഷെ അപ്പോഴാണ് ഇതിനകത്ത് പൂഴിക്കടകൻ പ്രയോഗിച്ചത്. അതെന്താ വെച്ചാൽ നമ്മുടെ AA റഹീമും അതുപോലെ ജോൺ ബ്രിട്ടാസിൻ്റെ രംഗത്തിറങ്ങി. അവർക്ക് കൂട്ടായിട്ട് ഈ സിനിമാ നടന്മാരും നടികളും രംഗത്ത് വന്നു. മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാലും സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും വരെ പാർട്ടികൾക്ക് അനുകൂലമായിട്ട് രംഗത്ത് വന്നു. ആഷിഖ് കപൂറിൻ്റെ കാര്യം പറയേണ്ടതില്ല. ദുൽഖർ സൽമാൻ ആദ്യമേ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു. നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ എങ്ങും തൊടാത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്യവയോധികനായിട്ടുള്ള മമ്മൂട്ടി വരെ രംഗത്ത് വന്നു. മോഹൻലാലും സുരേഷ് ഗോപിയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നരേന്ദ്രമോദിക്ക് മനസ്സിലായി, ഇത്ര സിനിമക്കാർ ഒരുമിച്ച് ആവശ്യപ്പെട്ടാൽ അവർക്ക് കൂടായി നമ്മുടെ പ്രിയപ്പെട്ട ജോൺ ബ്രിട്ടാസും AA റഹീമും വെറുതെ ഇറങ്ങാനല്ല, ന്യൂഡൽഹിയിലെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് മുണ്ടും പടക്കി കുത്തി തെരുവിലിറങ്ങി. അപ്പോൾ മോഡിക്ക് മനസ്സിലായി ഇനി രക്ഷയില്ല. മാത്രവുമല്ല, ഈ നമ്മുടെ SFI എന്ന് പറഞ്ഞാൽ വലിയ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുണ്ടല്ലോ, അവർ അഖിലേന്ത്യാ ഹർത്താലിന്, അഖിലേന്ത്യാ വിദ്യാഭ്യാസ ബന്ദിന്, സമരത്തിന് ആഹ്വാനിച്ചു. അവർക്ക് ഈ കേരളത്തിൽ മഹാരാജാസ് കോളേജിലോ അല്ലെങ്കിൽ കേരളവർമ്മ കോളേജിലോ ബ്രണ്ണൻ കോളേജിലൊക്കെ സമരം നടത്തി വിജയിപ്പിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ അഖിലേന്ത്യയിൽ എന്ത് SFI എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും അങ്ങനെയല്ലോ, ആഹ്വാനം കൊടുക്കുമ്പോൾ അഖില കേരളമായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് അഖിലേന്ത്യാ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനിച്ചു. ഇനി അഖില ലോക ബന്ദ് പ്രഖ്യാപിക്കും എന്നൊരു ഭീഷണി മുഴക്കി. അത് കേട്ടപ്പോൾ പിന്നെ വേറെ മാർഗ്ഗമില്ല. AA റഹീമായി ബ്രിട്ടാസായി, ദുൽഖർ സൽമാനായി വിസ്മയ മോഹൻലാലായി, പിന്നെ ആഷിഖ് കപൂറായി. ആഷിഖ് കപൂറിനെങ്കിൽ പിന്നെ മറ്റുള്ളവരാരും പറയേണ്ടതില്ലല്ലോ. അർത്ഥാപത്തി അതോ പിന്നെ ചൊല്ലാനില്ലെന്ന യുക്തിയാം എന്നാണ്. അപ്പോൾ ഏതായാലും ദുൽഖർ സൽമാനും ആഷിഖ് കപൂറും വന്ന സ്ഥിതിക്ക് AA റഹീമും ജോൺ ബ്രിട്ടാസും മുണ്ടും മടക്കി കുത്തി
തെരുവിലിറങ്ങിയ സ്ഥിതിക്ക് പിന്നെ നരേന്ദ്രമോദിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. പുള്ളി സമസ്താപരാധം പറഞ്ഞ് നാട് റോഡിൽ നമസ്കരിച്ചു. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ഈ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏർപ്പെടുത്തി. പിന്നെ ഈ കേസുകൾ വിചാരണ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതിയും നാമനിർദ്ദേശം ചെയ്തു. ഇതോടെ ഈ പാറ്റ വിപ്ലവം വിജയിച്ചു. പക്ഷേ വിപ്ലവത്തെ വിജയിപ്പിച്ചത് പാറ്റകൾ മാത്രമല്ല, പാറ്റകൾക്ക് സർവാത്മന പിന്തുണ നൽകിയ മാതൃഭൂമി, മലയാള മനോരമ മുതലായ പത്രങ്ങൾ, ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ, അതുപോലെ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI മുതലായ വമ്പിച്ച അതിഭയങ്കര ജനപിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. പിന്നെ വൈകിയ വേളയിലാണെങ്കിലും ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരരംഗത്തേക്ക് എടുത്തു ചാടിയ നമ്മുടെ ആംഗ്രി യങ്മാൻ രാഹുൽ ഗാന്ധി, പിന്നെ അദ്ദേഹത്തിൻ്റെ വാലം കൈയായിട്ടുള്ള KC വേണുഗോപാൽ, രണ്ടുപേർക്കും വലിയ പിന്തുണ കൊടുത്ത ഡീൻ കുര്യാക്കോസ്, പിന്നെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഈ വിളിക്കാത്ത സദ്യക്ക് ഉണ്ണാൻ പോകുന്ന പോലെയാണെങ്കിലും അവിടെ പോയ VD സതീശൻ, പിന്നെ ഐതിഹാസികമായ നേതൃത്വം കൊടുത്ത ഡബിൾ റഹീം, ജോൺ ബ്രിട്ടാസ്, ഇവരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് സമരം വിജയിച്ചത്. എല്ലാ വിജയികളെയും അനുമോദിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വിപ്ലവങ്ങളും വിജയങ്ങളും ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ വിരസമായി പോകും എന്നവർ ഓർമ്മിപ്പിക്കുന്നു. ഇതുപോലുള്ള സമരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലാൽ സലാം.